കേരളത്തിൽ ഗാർഡനുള്ള ഏത് വീടുകളിലും വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. മലയാളത്തിൽ ഇത് അറിയപ്പെടുന്നത് ക്രൈസോത്തമിസ് എന്ന പേരിലാണ്. ഈ ക്രൈസോത്തമിസ് എന്ന് പറയുന്നത് ഈ ഒരു ചെടിയുടെ ജനസിന്റെ പേരാണ്. അതുകൊണ്ട് തന്നെ ഇതേ ജനസിൽപ്പെട്ട പല സ്പീഷീസിനും ഈ ഒരു പേര് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പല സ്പീഷീസിനും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും രണ്ട് സ്പീഷീസ് വളരെ ഐഡന്റിക്കൽ ആയിട്ടുള്ളതാണ്. ഒന്ന് കൊളംബിയൻ ഇക്വഡോർ വെറൈറ്റി ആയിട്ടുള്ള ക്രൈസോത്തമിസ് ഫ്രൈഡ്രിച്ച് സാലിയാനയും പിന്നെ ബ്രസീലിയൻ വെറൈറ്റി ആയിട്ടുള്ള ക്രൈസോത്തമിസ് പുൽച്ചെല്ലയും. അപ്പോൾ ഈ ഒരു രണ്ട് സ്പീഷീസ് തമ്മിൽ തിരിച്ചറിയുന്നത് ഇതിൻ്റെ കാലിക്സിൻ്റെ കളർ, അതായത് ഇതിൻ്റെ ഫ്ലവർ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു കപ്പില്ലേ അതിൻ്റെ കളറും പിന്നെ ഇതിൻ്റെ ഇലകളുടെ കളറും വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഫ്രൈഡ്രിച്ച് സാലിയാനയുടെ കളർ, കാലിക്സിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറാണ്. അതേസമയം പുൽച്ചെല്ലയുടേത് ഒരു ഓറഞ്ച് തൊട്ട് കടും ചുവപ്പ് കളറാണ്. അപ്പോൾ ഇവിടേക്ക് ഈ കാണുന്നത് ഒരു ഓറഞ്ച് കളറിലുള്ള കാലിക്സ് ആണ്. അതുപോലെ തന്നെ ഫ്രൈഡ്രിച്ച് സാലിയാനയുടെ ഇലയുടെ കളർ ഒരു ഇളം പച്ച തൊട്ട് കടും പച്ച വരെയാണ്. അതേസമയം പുൽച്ചെല്ലയുടെ ഇലയുടെ കളർ എന്ന് പറയുന്നത് ഒരു കോപ്പറി ബ്രൗൺ കളറാണ്. ഈ പുൽച്ചെല്ലയുടെ തന്നെ ചില വെറൈറ്റീസിൽ, അതായത് ചില കൾട്ടിവാസിൽ, ബ്ലാക്ക് ഫ്ലമിംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൾട്ടിവാസിലൊക്കെ തന്നെ ഇലയുടെ താഴത്തെ ഭാഗം ഒരു ഡീപ്പ് പർപ്പിൾ കളറിലേക്ക് വരുന്നതായിട്ട് പറയുന്നുണ്ട്. ഇതിലും അങ്ങനെ ഒരു ഡീപ്പ് പർപ്പിൾ കളർ കാണുന്നതുകൊണ്ട് ഇത് ക്രൈസോത്തമിസ് പുൽച്ചെല്ല എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിലെ ബ്ലാക്ക് ഫ്ലമിംഗോ എന്ന് വിളിക്കുന്ന ഒരു കൾട്ടിവാർ ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഇംഗ്ലീഷിലുള്ള കോമൺ പേരുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ഫ്ലമിംഗോ, സൺസെറ്റ് ബെൽസ്, കോപ്പർ ലീഫ്, സ്ക്വയർ സ്റ്റെം, ക്രൈസോത്തമിസ് എന്നൊക്കെയാണ്. ഇനി ഇതിൻ്റെ ഒരു സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ജസ്നേറിയേസിയ കുടുംബത്തിൽപ്പെട്ട ഫാമിലിയിൽപ്പെട്ട ക്രൈസോത്തമിസ് പുൽച്ചെല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ആണിത്. ഇനി ഇതിൻ്റെ ഒരു സ്വദേശം എന്നറിയപ്പെടുന്നത് ട്രോപ്പിക്കൽ അമേരിക്കൻ ഏരിയാസ് ആണ്. അതായത് ബ്രസീൽ, കൊളംബിയ, കോസ്റ്ററിക്ക, ക്യൂബ, ഇക്വഡോർ, എൽ സാൽവഡോർ, ഗുവാട്ടമാല, ഗുയാന, ഹോണ്ടുറാസ്, ജമൈക്ക, മെക്സിക്കോ എന്നീ റീജിയൻസ് ആണ് ഇതിൻ്റെ ഒരു സ്വദേശം എന്ന് അറിയപ്പെടുന്നത്. ട്രോപ്പിക്കൽ അമേരിക്ക സ്വദേശം എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു ഉഷ്ണമേഖല ഏരിയയിൽ വളരുന്ന ഒരു സസ്യമാണ്. ഇതൊരു അലങ്കാര സസ്യമാണ്. ഇതിൻ്റെ വളരെ ആകർഷകമായ കോപ്പർ ബ്രൗൺ കളർ ഇലകളും പിന്നെ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും ഓറഞ്ച് ചുവപ്പ് നിറമുള്ള ദീർഘകാലം നിലനിൽക്കുന്ന കാലിക്സും ഒക്കെയാണ് ഈ ഒരു ചെടിയെ മനോഹരമാക്കുന്നതും ഒരു അലങ്കാര സസ്യമായിട്ട് പോപ്പുലർ ആക്കുന്നു. നല്ല വലിയ ഓവൽ ഷേപ്പിലുള്ള ഒരു ലെതറി ഫിനിഷുള്ള ഇരുണ്ട പച്ച നിറത്തിൽ ഒരു കോപ്പർ ടിൻഡോട് കൂടിയ ഒരു ഇലകളാണ് ഇതിൻ്റെ. ഈ കടും പച്ച കോപ്പർ ടിൻഡോട് കൂടിയ കളർ എന്ന് പറയുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലത്തെ കളറാണ്. അടിഭാഗത്താണെങ്കിൽ പർപ്പിൾ നിറമായിരിക്കും. ഇനി ഇതിൻ്റെ തണ്ടുകളാണെങ്കിൽ വളരെ ഫ്ലഷി ആയിട്ടുള്ള സക്കുലൻ സ്വഭാവമുള്ള തണ്ടുകളാണ്. ഏകദേശം ഒരു 1/2 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സസ്യമാണ് ഇത്. പൂക്കൾ സാധാരണമായി മഞ്ഞ നിറത്തിലുള്ളതും ചുവന്ന വരകളോ അടയാളങ്ങളോ ഉള്ളതുമായിരിക്കും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെടിക്കും പൂക്കളിൽ, മഞ്ഞ പൂക്കളിൽ ചെറിയ ചുവന്ന ഡാർക്ക് ബ്രൗൺ കളറിലുള്ള വരകൾ കാണപ്പെടുന്നുണ്ട്. ഇനി പൂ വിരിയുന്ന ഒരു കപ്പ് മാതിരിയുള്ള ഒരു കാലിക്സിന്റെ ഉള്ളിലാണ്. അത്യാവശ്യം പൂ പോലെ തന്നെ തോന്നിക്കുന്ന ഓറഞ്ച് ചുവപ്പ് നിറത്തിലുള്ള കാലിക്സുകളാണ് ഇതിൻ്റെ. അത്യാവശ്യം ഒരു ബെൽ ഷേപ്പിലുള്ള ദീർഘകാലം നിൽക്കുന്ന ഒരു കാലിക്സ് കൂടിയാണ് ഇതിൻ്റെത്. ഇനി ഇതിൻ്റെ ഒരു പഴത്തിൻ്റെ ഒരു ഷേപ്പ് പറയുകയാണെങ്കിൽ നല്ല ഉരുണ്ട ക്യാപ്സ്യൂൾ പോലെയുള്ള പഴമാണ് ഇതിൻ്റെത്. പക്ഷേ നമ്മൾ സാധാരണ കാണുന്ന പോലെ നല്ല ഫ്ലഷി ആയിട്ടുള്ള ഒരു പഴമല്ല. അത്യാവശ്യം സീഡ് പോലെ ഇരിക്കുന്ന ഹാർഡായിട്ടുള്ള പാകമാകുമ്പോൾ 2 ഭാഗങ്ങളായി തുറക്കുന്ന ഒരു ഫ്രൂട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നല്ല തവിട്ട് നിറത്തിലുള്ള വിത്തുകളാണ്, ഇരുണ്ട വിത്തുകളാണ് ഉള്ളത്. ഈ പഴം ഭക്ഷ്യയോഗ്യമല്ല. ഈ സസ്യവും അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കും എന്നല്ലാതെ ഭക്ഷ്യയോഗ്യമായിട്ട് എവിടെയും പറയുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു കെമിക്കൽ കോമ്പോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇലയുടെ ഒരു എക്സ്ട്രാക്ട് ഉപയോഗിച്ച് ഗോൾഡ് നാനോ പാർട്ടിക്കിൾസ് തയ്യാറാക്കി അവയുടെ ഒരു ആൻറ്റി മൈക്രോബിയൽ, ആൻറ്റി ക്യാൻസർ സാധ്യതകൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് പല റിപ്പോർട്ടും പറയുന്നുണ്ട്. എന്നിരുന്നാലും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ക്ലിയർ അല്ല. പിന്നെ ട്രഡീഷണൽ ആയിട്ടോ മോഡേൺ മെഡിസിൻസിലോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്ന ഒന്നല്ല. സാധാരണ ഭക്ഷ്യ ചേരുവകളിൽ ഒന്നും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചെടിയല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷാംശത്തിനെ കുറിച്ചോ ഇത് പെറ്റ്സോ അല്ലെങ്കിൽ മനുഷ്യരിലോ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ എവിടെയും തന്നെ റെഫറൻസിലില്ല. ഇത് സാധാരണയായിട്ട് ഇൻഡോർ ഔട്ട്ഡോർ ഓർണമെന്റൽ ചെടിയായിട്ട് മാത്രം വളർത്തുന്ന ഒരു ചെടിയാണ്. നല്ല ഈർപ്പമുള്ള ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള വെൽ ഡ്രെയിൻഡ് സോയിലൊക്കെ അത്യാവശ്യമുള്ള ഏരിയയിൽ നനവുള്ള മണ്ണും ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ നല്ല ഷെയ്ഡുള്ള ഏരിയയും ആണെങ്കിൽ ഇത് വളരെ നന്നായിട്ട് വളരും എന്നാണ് പറയപ്പെടുന്നത്. മണ്ണ് നനവുള്ളതായിരിക്കണം എന്നേ ഉള്ളൂ. അതിൻ്റെ അത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂട്ട് റോട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അതായത് വേര് ചീച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മാസത്തിൽ ഒരിക്കൽ ലിക്വിഡ് സീവീഡ് ഫെർട്ടിലൈസേഴ്സ് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ചെടിയിൽ അത്തരം പരിചരണം ഒന്നും ഇല്ലാതെ തന്നെ വളരെ നന്നായിട്ട് പൂക്കളും കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ നിന്ന് എടുത്തേക്കുന്ന വീഡിയോയാണ്. ഈ ഒരു ചെടിയിൽ ഒട്ടും തന്നെ പരിചരണം ഇല്ലാതെയാണ് ഇത് ഇത്രയും വളർന്ന് പൂക്കളൊക്കെ ഉണ്ടായി
നിൽക്കുന്നത്. ഇനി ഈ ഒരു സസ്യത്തിൽ ആൺസസ്യം പെൺസസ്യം എന്നുള്ള വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ചെറിയ പൂമ്പാറ്റ, തേനീച്ചകൾ, ഹമ്മിങ് ബേർഡ് ഈ തുടങ്ങിയ ജീവികളിൽ നിന്നാണ് ഇത് പരാഗണം സംഭവിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പരിസ്ഥിതി പ്രാധാന്യം പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ പൂക്കളിൽ അത്യാവശ്യം തേനുള്ളത് കൊണ്ട് തന്നെ ഹമ്മിങ് ബേർഡ്, പൂമ്പാറ്റകൾ, തേനീച്ചകൾ എന്നീ ജീവികൾക്കൊക്കെ തന്നെ നല്ലൊരു ഭക്ഷണമാണ്. പിന്നെ ഇത് വെറ്റ് ട്രോപ്പിക്കൽ ഹാബിറ്റാറ്റ്സിലേക്കുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയിലേക്ക് ഒരു ആഡ് ഓൺ ആണ്. അത്യാവശ്യം നനവുള്ള മണ്ണിൽ പടർന്ന് കയറുന്ന സസ്യമാണ്. ഇനി ഇതിൻ്റെ ഒരു സാംസ്കാരിക പ്രാധാന്യം പറയുകയാണെങ്കിൽ കോപ്പർ ടിൻഡ് കളറുള്ള ഇലകൾ, പിന്നെ പർപ്പിൾ അടിഭാഗം, ഓറഞ്ച് റെഡ് കാലിക്സ്, മഞ്ഞ പൂക്കൾ എല്ലാം കൊണ്ടും തന്നെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ചെടിയാണ്. അതുകൊണ്ട് വളരെ നല്ലൊരു ഓർണമെന്റൽ പ്ലാന്റ് ആയിട്ട് ഗാർഡനുകളിലും അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പുകളിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചെടി കൂടിയാണിത്. ഇതിന്റെ ക്രൈസോത്തമിസ് എന്ന ജനസിന്റെ പേര് സ്വർണ്ണ നിറമുള്ള പൂക്കളെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഗ്രീക്ക് പുരാണത്തിലെ ക്രൈസോത്തമിസ് എന്ന പേരുമായി ബന്ധമുള്ളതാകാനോ സാധ്യതയുണ്ട് എന്നാണ് പല റെഫറൻസിലും പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചെടിയെക്കുറിച്ച് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.